ഹലോ, ഗുഡ് ഈവനിങ്. ഇന്നൊരു കുട്ടി വ്ളോഗ് ആവാല്ലേ. ഞാൻ എപ്പോഴും പറയാറില്ല എൻ്റെ വീഡിയോസിൽ ഇങ്ങനെ ഓട്ടോ സിറ്റി നിന്ന് അങ്ങോട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. മിക്കവാറും വീക്കെൻഡ്സിൽ ഞങ്ങൾ അവിടെയാണ് പോയിരിക്കാറ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടാവാം ബാക്കി, അതാകുമ്പോൾ അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ. മെക്ഡിലോട്ടാണ് വന്നത്. ഇവിടെ ഈ പ്ലേ ഏരിയ ഉള്ളതുകൊണ്ടേ കുഞ്ഞുങ്ങൾ അവിടെ ഇങ്ങനെ കളിച്ചിരുന്നോളും, നമ്മൾ അതിൻ്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ ഫുഡ് തീന സീലമ ചിക്കൻ പീസ്, പിന്നെ ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മെല്ലെ ഓട്ടോ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. നല്ലൊരു സ്ഥലമാണ് കേട്ടോ. എൻ്റർടൈൻമെൻറ്റ്, കളിക്കാനുള്ള, കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ളതുണ്ട്, നമുക്ക് ഷോപ്പ് ചെയ്യാം. എല്ലാം ഒരു കുടക്കീഴിലാണ്. ചൈനീസ് ഷോപ്പുകളാണ് മൊത്തം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു ക്യൂട്ട്നെസ് ഓവർലോഡ് എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇവിടെ. ഡ്രസ്സൊക്കെ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മിക്കവാറും ക്യൂട്ട് ഡ്രസ്സുകളൊന്നും എനിക്കിപ്പോൾ പറ്റില്ല. കാരണം അവരുടെ ഒരു ബോഡി ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിന്നായിട്ടുള്ള വേസ്റ്റും ഹിപ്പും ഫ്ലാറ്റ് ടമ്മിയും ഒക്കെ അല്ലേ. അപ്പോൾ അവർക്ക് പറ്റിയ ബോഡി ഷേപ്പിലുള്ള ഡ്രസ്സുകളാണ് മിക്കതും. കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി നിൽക്കുക എന്നല്ലാണ്ട് നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. നാട്ടിലായിരുന്നപ്പോഴും SM സ്ട്രീറ്റിൽ പോകാന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. കാരണം അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് എല്ലാം ഒന്ന് കണ്ട്, ഒന്നും വാങ്ങിയില്ലെങ്കിലും അങ്ങനെ പോയി നടക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളൊന്ന് മിക്സിയിൽ കയറി പാറൂസിന് ഐസ്ക്രീം വാങ്ങി, ഞങ്ങൾക്കൊരു ബബിൾ ടീയും കൂടെ ഞങ്ങൾ വാങ്ങി. ഭാവിക്കൊന്നും കൊടുക്കാറില്ല കേട്ടോ തണുപ്പൊന്നും. പിന്നെ ഈ ബ്രഷസ് ഒക്കെ കണ്ടോ, ഇതൊക്കെ റിയൽ ടെക്നിക്കിൻ്റെ കോപ്പി പ്രൊഡക്റ്റാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ പൈസ വലിയ വ്യത്യാസമൊന്നുമില്ല, ഏതാണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ക്വാളിറ്റി ഉള്ളതുകൊണ്ടായിരിക്കണം. ഞാൻ ഒരു ബ്രഷ് വാങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇങ്ങനത്തെ ഒരു പെറ്റ് ഷോപ്പും കൂടെ ഉണ്ട്. വാവയ്ക്ക് പൂച്ചേനെ ഭയങ്കര പേടിയാണ്, എന്നാൽ നല്ല ഇഷ്ടവുമാണ്. അതിൻ്റെ കളിയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓരോ തവണ വരുമ്പോഴും ഓരോ പൂച്ചക്കുട്ടന്മാർ പോയിട്ട് പുതിയത് വന്നിട്ടുണ്ടാവും. പിന്നെ പാമ്പ്, ഇതും പെറ്റാണ് എന്നുള്ളത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. നല്ല പച്ചില പാമ്പ് തന്നെയുണ്ട്. ദെൻ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് വാവയ്ക്ക് ഉറക്കം വന്ന് കരയാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് വരും. ഇങ്ങനെയാകുമ്പോൾ വീട്ടിലെത്തി തൊട്ടിലിടേണ്ട താമസമേ ഉള്ളൂ, വാവക്കുട്ടനെ ഉറങ്ങിക്കോളും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാൻ പോവാണ്. പോകുന്ന വഴിക്ക് ഇതേ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.